റീനയുടെ റൂം റെഡിയായില്ലേ? റീനയ്ക്ക് AC റൂം ഓക്കെ ആണല്ലോ അല്ലേ? ആ നാളെ തരാമെന്നാ മാനേജർ പറഞ്ഞത്. ഓ അപ്പൊ നാളെ ശരിയാവും അല്ലേ? ആ പിന്നെ എന്നാ റീന മാഡം ചെല്ല്, നാളെ AC റൂം കിട്ടും. ആ നാളെ സാർ വാക്ക് മാറില്ലല്ലോ. എങ്കിലേ എന്റെ നിറം മാറും. ഇവർക്ക് AC റൂം കൊടുത്തിട്ട് എന്ത് കിട്ടാൻ? ഡയറക്റ്റ് വരെ തൊഴുത്തിലാ കിടക്കണത്. നിറം മാറുന്നതൊക്കെ കൊള്ളാം, എന്റെ മുമ്പിൽ ഒന്ന് തുണി മാറാണ്ടിരുന്നാ മതി. ഹലോ സാർ, നമുക്ക് അടുത്ത ഷോട്ട് ക്രെയിനിലെടുത്തോ സാർ? ക്രെയിനിൽ. ഓ പിന്നെന്താ, ആ പോറ്റിയെ കാണുന്നില്ലല്ലോ. സ്ക്രിപ്റ്റ് ആണെങ്കിൽ അയാളുടെ കയ്യിലല്ലേ? അയാൾ ആ ജാനകി കൂടെ അങ്ങനെ കാണും. സ്ക്രിപ്റ്റ് റൈറ്ററെ ഞാൻ വിളിപ്പിച്ചിരുന്നു, ഇതുവരെ എത്തിയില്ല. ഓ, ബോധം വന്ന് കാണില്ല. ബോധം വീഴുമ്പോൾ ക്യാഷ് ചോദിക്കും, അല്ലെങ്കിൽ കുപ്പി ചോദിക്കും. കുപ്പിയാകുമ്പോൾ കുറച്ച് ക്യാഷ് അല്ലേ അകത്തുള്ളൂ. ഷൂട്ട് കഴിയുമ്പോഴെങ്കിലും അയാൾക്ക് ബോധം വീഴുവോ? ഓ, സ്ക്രിപ്റ്റ് റൈറ്റർക്ക് എങ്ങനെ ക്യാഷ് കൊടുക്കാതിരിക്കാന്നാ പ്രൊഡ്യൂസർ ആലോചിക്കുന്നത്, അല്ലാതെ പിന്നെ. നമസ്കാരം. ആ റീന ഇരിക്കൂ. സാർ, ഒരു പടം ചെയ്ത് ഹിറ്റ് ആക്കിയതുകൊണ്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാൻ തയ്യാറായത്, അല്ലാതെ മലയാളത്തിൽ അഭിനയിക്കാനുള്ള കൊതി കൊണ്ടല്ല. റീനയ്ക്ക് നമ്മുടെ സെറ്റപ്പ് ഒക്കെ ഇഷ്ടമായില്ലേ? എനിക്ക് ഇവിടുത്തെ സെറ്റപ്പ് തീരെ പിടിക്കുന്നില്ല. അതെ, റീന വലിയ സെറ്റപ്പിൽ നിന്ന് വരുന്നുണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പിന്നെ എന്തിനാണ് സാർ എന്നെ ഇതിലേക്ക് വിളിച്ചത്? ഓ, ഏതെങ്കിലും ചെലവ് കുറഞ്ഞ ആർട്ടിസ്റ്റിനെ വെച്ചാ പോരായിരുന്നോ? ഇതിലെ ക്യാരക്ടർ ചെയ്യാൻ റീനയാണ് ആപ്റ്റെന്ന് തോന്നി, അതാ ഞാൻ സജസ്റ്റ് ചെയ്തത്. സത്യം പറയാലോ, ഞങ്ങൾക്ക് ഈ സെറ്റപ്പ് പോയി പൊരുത്തപ്പെടാൻ തീരെ കഴിയില്ല. തുടക്കത്തിലുള്ള പ്രശ്നമേ ഉള്ളൂ, പിന്നെ ശരിയായിക്കോളും. അതെ അതെ. നമസ്കാരം സാർ, എന്റെ പേര് ആന്റണി. ഞാൻ ഒന്ന് രണ്ട് സിനിമ മോഹം കാണിച്ചിട്ടുണ്ട്. സാറിന്റെ ഈ പടത്തിൽ എന്തെങ്കിലും ഒരു വേഷം. സാർ അങ്ങനെ പറയരുത്. അല്ലല്ല, ഇതില് വേഷം ഞാൻ കാല് പിടിക്കാം, സാറിന്റെ കാല് ഞാൻ കഴിക്കാം. എന്തെങ്കിലും ഒരു വേഷം സാർ. ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ നടക്കുന്നു. എനിക്ക് ഒരു സ്റ്റാർ ആവാൻ വലിയ ആഗ്രഹമാണ് സാർ. പ്ലീസ് സാർ, സാർ മറ്റേ കാലം കഴിഞ്ഞ എന്താണ്? സോറി സോറി സോറി. കനക, എടാ ആന്റണി, നീയായിരുന്നാ? നീ എന്താ ഇവിടെ ചാൻസ് വെച്ച് വന്നതാ? ഞാനോ? എടാ, ഞാൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ഈ പടത്തിന്റെയോ? അതേന്ന്. നീയോ? സത്യം? നീ ഇങ്ങ് വന്നേ, ഞാൻ പറയാം. കണ്ടിട്ട് സത്യം പറഞ്ഞ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു. എന്തുമാത്രം ആഗ്രഹിച്ചെന്നാ നിന്നെ ഒന്ന് കാണാൻ. ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്നെ കാണാനാണ്. സത്യത്തില് കർത്താവാണ് എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചത്. നീ രവീന്ദ്രനെ പിന്നെ കണ്ടോ? ഇല്ല. എന്നെങ്കിലും ഒരിക്കലും അവൻ എന്റെ മുമ്പിൽ ഒന്ന് ചാടും. അന്ന് ഞങ്ങൾ ഒരാളെ ജീവിക്കും. അത് പോട്ടെ, എന്തായാലും എനിക്ക് സന്തോഷമായി. നീ വലിയ ആളായല്ല. പഴയ ദുരനുഭവം വെച്ചിട്ട് എല്ലാം വെച്ച് കെട്ടിയതാ. എന്നാലും ഒരാഗ്രഹം. പണ്ട് നമ്മൾ ഒരുമിച്ച് കുറെ അലഞ്ഞിരിഞ്ഞ് നടന്നല്ലേ. അത് തന്നെ എന്റെ ഭാര്യ ഗ്രേസിയും പറയുന്നത്. സിനിമാ പ്രാന്തിന് മാത്രം ഒരു ചികിത്സയില്ലെന്ന്. ഇതിവിടെ വന്ന ഈ ശല്യം. ഇവനോ? ഇവനെന്റെ ബാല്യകാല സുഹൃത്താ. നിങ്ങൾ രണ്ടുപേരും ചങ്ങാതിവരാണല്ലേ? രണ്ടല്ല, 3 പേരായിരുന്നു. ഞങ്ങള് 3 പേരും കൂടിയാ പണ്ട് സിനിമ പിടിക്കാൻ ഇറങ്ങിയത്. ഇവനായിരുന്നു ഞങ്ങളുടെ തല. ഓഹോ, അപ്പൊ മറ്റേയാളവിടെ ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന പൈസയായിട്ട് അവൻ മുങ്ങി. ഇതുവരെ പൊങ്ങിയില്ല. അതൊക്കെ പിന്നെ പറയാം. ദാ, ഇവനൊരു നല്ല വേഷം കൊടുത്തേക്ക്. അത് പിന്നെ പറയാനുണ്ടോ? സാറിന്റെ കളഞ്ഞിട്ടിയ ചങ്ങാതിയല്ലേ? സോറി കേട്ടോ. പണി പാളിയല്ലേ സാറേ? ഇന്നെന്താ വല്ല ഗമയിലാണല്ലോ. അല്ലെങ്കിലും നിങ്ങൾക്കാർക്കും എന്നെ ഒരു മൈൻഡും ഇല്ലല്ലോ. ഓ, എങ്ങനെ മൈൻഡ് ഉണ്ടാവും? എന്നാ കേട്ടോ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഉഗ്രൻ ചാൻസ് കിട്ടി. ഇതൊക്കെ കുറെ കേട്ടതാണ്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എടാ, ഇത് എപ്പോഴും പറയുന്ന പോലല്ല, സത്യം കേട്ടോ. നീ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ പേര് കേട്ടാണല്ലോ ശരിക്കും നിങ്ങൾ ഞെട്ടും. അല്ല, സദ്ദാം ഹുസൈൻ. കൊച്ചുമാക്രി. നിങ്ങളുടെ വാക്കും കേട്ടെ നാട്ടുകാരെയും കൂട്ടുകാരെയും കൂട്ടി സിനിമയ്ക്ക് പോയതാ. 19 ആൾക്കാരുടെ കുന്തം പിടിച്ച് നിൽക്കണു. ആകെ ചമ്മിപ്പോയി. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. പോകാൻ പറ്റട്ടെ. എന്താ മനുഷ്യ ഇത്? അതുപോലല്ല,
ഈ പ്രൊഡ്യൂസറുടെ പേര് നീ കേട്ടിട്ട് പോയാ മതി. ഒന്ന് പറഞ്ഞു തുലയ്ക്ക്. ആ പ്രൊഡ്യൂസറുടെ പേരാണ് കനകൻ, സാക്ഷാൽ കനകരാജ്. ഞാൻ പറഞ്ഞില്ലേ ഞെട്ടുവന്ന്? കർത്താവിന് നേരാ. ആ ഇനി പറ, എനിക്ക് ആ റോള് കിട്ടില്ലേ? കനകച്ചേട്ടൻ മാത്രമേ ഉള്ളൂ അതോ ആ കള്ളനും ഉണ്ടോ? പിന്നെ പുള്ളിക്കാരന്റെ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം. പഴയ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓ ഉത്തരവ് തമ്പുരാട്ടി, ഒന്ന് പോടി അവിടുന്ന്. പണ്ടെങ്ങാണ്ട് മുയല് വീണ് ചക്കയത്തുനിന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കില്ല. പപ്പ അറിയില്ലെങ്കിൽ പറയണ്ട, ചക്ക വീഴാണ് മുയലാത്തത്. എന്തായാലും അത് ചത്തില്ലേ, പിന്നെ അത് വീണിട്ടാണോ ഇത് വീണിട്ടാണോ നോക്കിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അല്ലായാലും ഉത്തരം കിട്ടുമ്പോ എല്ലാ പപ്പമാരും ഇങ്ങനെ തന്നെ പറയണത്. പോയി പഠിക്കടാ. പോയി പഠിക്കടാ. അവന്റെ ഒരു മുയലും ചക്കയും. അല്ല അന്നമോളെന്തിയേ? മായച്ചിയുടെ വീട്ടിൽ പോയി. ആണോ? നീ എന്ന് അന്നമോളെ വിളിച്ചിട്ട് വാ. വന്നേ പറയട്ടെ. മലയാള സിനിമയിൽ ഇതോടുകൂടി ഞാനൊരു സംഭവം പൊതുവെയുള്ള സംസാരം. ആര് പറഞ്ഞു? അല്ല എന്റെ സംസാരമാണത്. തന്റെ മൂത്ത് കണ്ണില്ലടോ. എന്താ അപ്പൊ തനിക്ക് ചെവിയും കേക്കില്ലേ? തന്റെ മൂത്ത് കണ്ണില്ലേന്ന്. ഇതൊക്കെ സ്ഥിരം ഡയലോഗല്ലേ, ഇതുവരെ ഒരു ചേഞ്ച് ഇല്ലേ? ഓഹോ, അപ്പൊ തനിക്ക് ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോ തനിക്കേറി മുട്ടെന്നൊന്നല്ലേ? സുന്ദരി എന്ന് ഉദ്ദേശിച്ചത് കുട്ടി തന്നെയാണോ? എനിക്ക് എന്താണോ കുഴപ്പം? സമയവും സൗകര്യം കിട്ടുമ്പോ കണ്ണാടി നോക്കിയാ മതി. ചിന്ന പൊണ്ണ് നമുക്കിട്ടേ. ചേച്ചി ഷോർട്ട് റെഡി ചേച്ചി. ചേച്ചിയോ? ആരാണ് നിന്റെ ചേച്ചി? കോൾ മീ മാഡം. സോറി മാഡം, ഷോർട്ട് റെഡി. ഒരു ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരമായി? എവിടെ പ്രൊഡക്ഷൻ പോയി? പ്രൊഡക്ഷൻ ആരും ഇല്ലേ? എന്താ മാഡം? ഓറഞ്ച് ജ്യൂസ് എവിടെയാടോ? ചോദിച്ചത് കേട്ടില്ലേ? പ്രൊഡക്ഷൻ ഓറഞ്ച് ഇല്ലായിരുന്നു. മാഡത്തിന് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞോണ്ട് ടൗൺ വാങ്ങാൻ പോയിരിക്കുക. ഉടനെ വരും. കട്ടൻ ചായ പോലും കാണത്തില്ല. സാമി ഇത് എത്രയായി? എവിടെ റീന? എവിടെ? കോസ്റ്റ്യൂം കഴിഞ്ഞ് സാറേ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നേ. അതിന് ഇത്ര സമയം വേണോ? ഇവക്കൊക്കെ എന്ത് അഹങ്കാര! എത്ര തവണ പറഞ്ഞാലും ഇവക്കൊന്നും മനസ്സിലാവത്തില്ല. ഇപ്പൊ വരാന്നാ പറഞ്ഞ സാറേ. ഓക്കെ ആന്റണി, നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഓക്കെ ഓക്കേടാ. ഓക്കെ ശരി. ഓക്കെ സാർ നമുക്ക് ടേക്ക് ഓവർ സാർ. ആരാണ് സാർ? ടേക്ക് പോവാം സാർ. ഓക്കെ റെഡി സാർ. അച്ഛാ, അച്ഛൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ എനിക്കറിയില്ല മോളെ. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അച്ഛനും അമ്മയൊക്കെ ഈ ഞാൻ തന്നെയല്ലേ? കട്ട് ഇറ്റ്. ആരാ ഈ നിക്കണേ? വെരി ഗുഡ്. ഗംഭീരമായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ, നന്നായിടാ. എടാ, നായകനെ വിളിക്ക്. നന്നായിട്ടുണ്ട്. സാർ നമസ്കാരം. ഓൾ ദി Thank you. അപ്പൊ ടേക്ക് പോവാലോ? ആ തുടങ്ങാം സാർ. ആ, തുടങ്ങാം. ആരാ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നേ? ഇങ്ങനെ അച്ഛനായിട്ട് അഭിനയിക്കും. ഇയാളോ? കൊള്ളാവുന്ന ആരെയും കിട്ടിയില്ലേ? നന്നായിട്ട് അഭിനയിക്കുന്നേ. ആ ശരി. റെഡിയല്ലേ സാർ? എടുക്കാം. Okay. എടുക്കാം. ഓക്കെ നോക്കാം. അച്ഛാ, ആക്ഷൻ. അച്ഛാ, ഇന്നേ വരെ അച്ഛന്റെ ആഗ്രഹത്തിന് വിപരീതമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിനൊരു ഡയലോഗ് പറ. ഡയലോഗ് പറയാൻ അറിയില്ല മോളെ. അതെനിക്കറിയില്ല മോളെ. കട്ട് ഇറ്റ്. എന്താ ഇത്? എന്താ? ആദ്യം ഇയാള് ഡയലോഗ് മര്യാദയ്ക്ക് പഠിക്കട്ടെ, എന്നിട്ട് നോക്കാം. ഇതാ ഞാൻ പറഞ്ഞത്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിനെ വെക്കണമെന്ന്. എന്താ ഇവിടെ പ്രശ്നം? നല്ല റൂമില്ല, നല്ല ഫുഡില്ല. എന്തിന്? കൂടെ അഭിനയിക്കാൻ നല്ല ആർട്ടിസ്റ്റ് പോലും ഇല്ല. ഒന്നെങ്കിൽ ഇയാളെ പറഞ്ഞുവിട്, അല്ലെങ്കിൽ എന്നെ മാറ്റി. ഇയാളോട് അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇയാളെ മാറ്റി നല്ലൊരു ആർട്ടിസ്റ്റിനെ വെക്കണം. കനക, എന്നെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. ആന്റണി നീ നിർത്ത്, ഞാനൊന്ന് പറയട്ടെ. ആരെ വെക്കണം ആരെ മാറ്റണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ. നിങ്ങൾ അഭിനയിക്കാൻ വന്നാ അഭിനയിക്കുക, കാശ് വാങ്ങുക, പോവുക.
ചിലപ്പോ തെറ്റിന്നും റീടേക്ക് എടുക്കേണ്ടിയും വരാം. തുടക്കകാലത്ത് താനും മോശമൊന്നും അല്ലായിരുന്നല്ലോ. ഓരോ ഡയലോഗിനും 10-15 റീടേക്ക് അല്ലായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ വലിയ നടിയായപ്പോ അതൊക്കെ അങ്ങ് മറന്നു. ഉഫ്, മമ്മി ഈ സിനിമ ഇനി ഞാൻ ചെയ്യില്ല. വേണ്ട കനക, എന്നെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ മാറിത്തരാം. നീ ഒന്ന് വെറുതെ ഇരിക്കണ്ട ആന്റണി. 25 വർഷം കൊണ്ടുള്ള ശ്രമമായത്. അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അവള് പോണെങ്കി പോട്ടെ. എനിക്ക് നിന്നോളം വലുതല്ലടാ അവളൊന്നും. അവര് പോയാ പിന്നെ ഈ വേഷം ആരഭിനയിക്കും? നിങ്ങൾ ആരെന്തെങ്കിലുമൊക്കെ ചെയ്യും. സാർ, സാറെങ്കിലും അവരോടൊന്ന് പറ. ഞാൻ വേണമെങ്കിൽ അവരുടെ കാല് പിടിക്കാം. എന്തിന്? വേണ്ട പപ്പ. പപ്പ ആ അങ്കാരുടെ കാല് പിടിക്കണ്ട. പിന്നെ ആരഭിനയിക്കും? കുട്ടി അഭിനയിക്കൂ. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. വേണ്ട മോളെ,